കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ദളിതരെയും ആദിവാസികളെയും കാണുന്നത് വെറും വോട്ട് ബാങ്ക് മാത്രമായാണ്. അത് നമുക്ക് ഇന്നലത്തെ കാര്യം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇന്നലെ അയ്യങ്കാളി ജയന്തിയായിരുന്നു. കേരളത്തിൽ എന്ത് പ്രാധാന്യം ഉണ്ടായിരുന്നു? പക്ഷേ നരേന്ദ്രമോദി അതിനെ അനുസ്മരിച്ചുകൊണ്ട് പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നു. അത് നാം തുടർച്ചയായി കാണുകയാണ്. കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവഗണിക്കുന്നവരെ മോദി വലിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ അയ്യങ്കാളി ജയന്തി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പേരിന് ഇങ്ങനെ ആചരിക്കുന്നു എന്നല്ലാതെ സംസ്ഥാന സർക്കാർ അയ്യങ്കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആദർശത്തിന് ബലമേകാൻ, അത് നടപ്പാക്കാൻ ഒക്കെ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളിയുടെ പേരിൽ ഒരു ദളിത് ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെ ശാക്തീകരിക്കുന്ന ഒരു നല്ല പദ്ധതി ഉണ്ട് നമ്മുടെ കേരളത്തിൽ? ഇല്ല. ഇനി ആ പേരിൽ ഒരു സ്കൂള്, കോളേജ് എന്തിനു പറയണം? ഈ അയ്യങ്കാളി നിർമ്മിച്ച സ്കൂളിന്റെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരം. അതോടൊപ്പം തന്നെ പഞ്ചമിയുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് എല്ലാം തകർച്ചയിലാണ്. ഇതൊക്കെ പേരിനിങ്ങനെ നടന്നു പോകുന്നു എന്ന് വെച്ചാൽ എല്ലാ വർഷവും എല്ലാ സ്കൂളുകൾക്കും കൊടുക്കുന്ന ഫണ്ട് ആ സ്കൂളിനും കിട്ടുന്നു എന്നുള്ളതല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, അയ്യങ്കാളി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൊടുത്തിരുന്ന പ്രാധാന്യം എത്ര വലുതാണ്. ആ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം, അത് നിറവേറ്റാൻ ഈ അവശ്യ സമുദായങ്ങൾ അല്ലെങ്കിൽ ഈ ദളിത് വിഭാഗങ്ങളെ അവരെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവരെ ശാക്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ അവരെ വിദ്യാഭ്യാസം ഇല്ലാത്തതാണല്ലോ മനുഷ്യന്റെ എല്ലാ നാശത്തിനും കാരണം. അറിവില്ലാത്തവൻ ഒരു മേഖലയിലും വിജയിക്കില്ല. അപ്പോൾ അവരെ അറിവുള്ളവരാക്കി തീർക്കണം. അങ്ങനെ അവരെ ശാക്തീകരിക്കാൻ എത്ര പദ്ധതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഈ പറയുന്ന പോലെ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ ഈ വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ പേരിൽ ഒരു കോളേജ് തന്നെ നിർമ്മിക്കണം, ഒരു വലിയ കോളേജ് നിർമ്മിക്കണം. കോളേജ് മാത്രമല്ല, ഒരു സ്കൂൾ വേണം, ഒരു B.Ed കോളേജ് വേണം. അദ്ദേഹം ഈ പറയുന്ന ദളിത് സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അധ്യാപകരെ വാർത്തെടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അവിടെ പോലും ആ ഒരു ചെറിയ ആവശ്യം പോലും സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ജനകീയ സർക്കാരുകളാണ് ഈ രാജ്യം ഭരിച്ചത് ഇത്രയും കാലം. ഈ പറയുന്ന 75 ഇപ്പൊ കേരളം രൂപീകരിക്കപ്പെട്ട് 1956 ശേഷമുള്ള ചരിത്രം നമുക്ക് എടുക്കാം. 65 കാര്യങ്ങൾ സർക്കാർ അഡ്രസ് ചെയ്യില്ല, വേടന്റെ പുറകെ പോകും. വോട്ട് ബാങ്ക് ആണല്ലോ. അല്ല, അവിടെ വോട്ട് ബാങ്ക് മാത്രമല്ല, വേടന്റെ പുറകെ പോയ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് കാശ് ചെലവില്ലാതെ വലിയ അധ്വാനമൊന്നുമില്ലാതെ രാഷ്ട്രീയ എതിരാളികളെ ചീത്ത വിളിക്കാം, അത് വേടൻ ചെയ്തോളും. പിന്നെ വേടൻ ചെയ്യുന്ന ഈ പറയുന്ന പീഡനാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ തിരിച്ചറിവാണോ നരേന്ദ്രമോദിയെ നിരന്തരം കേരളവുമായി ബന്ധപ്പെട്ട് ഈ പിന്നോക്ക സമുദായവുമായി ബന്ധപ്പെട്ട് അവരെ അഡ്രസ് ചെയ്യുകയാണ് നരേന്ദ്രമോദി തുടർച്ചയായി തന്നെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ആദ്യമായി കേരളത്തിൽ നരേന്ദ്രമോദി എന്ന ആ വാക്ക് നിരന്തരം ഉച്ചരിച്ച് കേട്ടത് ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശിവഗിരി ആയാലും ഈ അതോടൊപ്പം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വെങ്ങാനൂരെല്ലാം ആയാലും തുടർച്ചയായി തന്നെ കേന്ദ്ര നേതൃത്വം, അല്ലെ, കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ അത് കേരളത്തിൽ മാത്രമല്ല. നമ്മള് ഈ ബിർസ മുണ്ട ഒരു ആദിവാസി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? സത്യത്തിൽ ഞാൻ അറിഞ്ഞത് നരേന്ദ്രമോദിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ഈ പറയുന്നത് പോലെ ഈ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടുന്ന നടപടികൾ, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അദ്ദേഹം തുല്യ പരിഗണന കൊടുത്തു. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെ, അദ്ദേഹത്തെ അനുസ്മരിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ കാര്യം, കേരളവും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം, കേരളത്തിലെ ഭരണാധികാരികളും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നു. അയ്യങ്കാളിയെ കുറിച്ച് മാത്രമല്ല, പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച്, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഒക്കെ നരേന്ദ്രമോദി മൻ കി ബാത്തിലും
പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കൊച്ചിയിൽ വന്നിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിൽ അദ്ദേഹം എത്തി. അപ്പോൾ ഇങ്ങനെ സമഗ്രമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ കേവലം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ അദ്ദേഹം അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ദളിത് ശാക്തീകരണത്തിന് വേണ്ടി പട്ടികജാതി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ച മഹാരഥന്മാരെ കുറിച്ച് അദ്ദേഹം അവരെക്കുറിച്ച് അന്വേഷിച്ച് അറിയുകയും പഠിക്കുകയും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരുടെ പേരിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതൊക്കെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, നരേന്ദ്രമോദി വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ ഒരു സർക്കാരും അങ്ങനെ ചെയ്ത് കാണില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയും വളരെ കഷ്ടമാണ്. പറഞ്ഞതുപോലെ അയ്യങ്കാളിയുടെ പേരിൽ ഒരു സ്കൂളോ കോളേജോ ഒരു BEd കോളേജോ ഒന്നും ഒരു തരത്തിലും ഈ പട്ടികജാതി സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പദ്ധതിയും അയ്യങ്കാളിയുടെ പേരിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രീമെട്രിക് ഹോസ്റ്റൽ ഉണ്ടാക്കും, എന്നിട്ട് അതിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കും. അതിൽ തീരുമോ? അതിൽ തീർന്നു? അതിൽ തീർക്കേണ്ടതാണോ? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണയും നമ്മുടെ ഭരണാധികാരികൾക്കില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അയ്യങ്കാളിയുടെ പേരിൽ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരെ ശാക്തീകരിക്കാൻ വേണ്ടി, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് ഈ വിദ്യാഭ്യാസത്തിന് ചില ആനുകൂല്യങ്ങൾ, ഈ എന്താ പറയാ, ഔദാര്യം പോലെ നക്കാപ്പിച്ച മാത്രം കൊടുത്തത് കൊണ്ടായില്ല. ഈ ഭരണഘടന കൊടുത്തിട്ട് പറയും ഞങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അത് ചെയ്തേ ഇത് ചെയ്തേ എന്ന് വിളിച്ചു പോവുകയും, കാരണം അത് അവരുടെ അവകാശമാണ്. ഈ സർക്കാരിന് അതെ, ഭരണഘടനാദത്തമായ അവരുടെ അവകാശമാണ്. അവർക്ക് റിസർവേഷൻ ഉണ്ട്. അത് പഠിക്കുന്നതിലും ജോലി കിട്ടുന്നതിലും ഒക്കെ ആ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടനാ നിർമ്മാതാക്കളാണ് ആ റിസർവേഷൻ ഉണ്ടാക്കി വെച്ചത്. അല്ലാതെ ഇവിടുത്തെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരൊന്നുമല്ല. അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങളുടെ ഔദാര്യമാണ്, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്ന്. നാണം കെട്ടൊരു സർക്കാരല്ലേ ഇതൊക്കെ. അത് ഈ ഇടതന്മാരും വലതന്മാരും ഒന്നും ഈ കാര്യത്തിൽ ഭേദമില്ല. അല്ല, അവർ ന്യൂനപക്ഷങ്ങളെ പക്ഷെ അവര് തീർച്ചയായിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, OBC സംവരണത്തിൽ തന്നെ എന്തുമാത്രം തട്ടിപ്പുകൾ നടക്കുന്നു. ഈ മുസ്ലിം സംവരണം അതിനകത്ത് കൊണ്ടുവന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവർ OBC ആണോ? ഈ മതപരമായ സംവരണം നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല ഇവർക്ക് പറയാൻ. കാരണം അത് വോട്ട് ബാങ്കാണ്, ഇത് വെറും വോട്ട് കുത്തികളാണ്. ശ്രീജിത്ത് ആദ്യം പറഞ്ഞില്ലേ, വോട്ട് ബാങ്കാണ്. അവരെ വോട്ട് ബാങ്കായിട്ടും അല്ല കാണുന്നത്, ശരിക്കും അതിനേക്കാളും താഴെ ഈ ചവിട്ടി അരച്ചിട്ടിരിക്കുകയാണ്. വെറും വോട്ടുകുത്തി യന്ത്രങ്ങളാണ്. പറയുമ്പോൾ പോയി ഇവരുടെ ചിഹ്നത്തിൽ, ഈ ഞങ്ങളുടെ ഇന്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരാ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യും, എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും. ഈ പറഞ്ഞ പോലെ ഔദാര്യം, ഭിക്ഷ, അത് ഭരണഘടനാദത്തമായ അവകാശങ്ങളാണ്. പക്ഷെ അത് പറയില്ല. മറിച്ച് ഞങ്ങൾ തരുന്ന ഒരു ഔദാര്യം എന്നാ കൈനീട്ടി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൈകാര്യം ചെയ്ത് അവരെ നാശത്തിൻ്റെ ഒരു പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇന്നും ഈ പറയുന്ന അയ്യങ്കാളി വിഭാവനം ചെയ്ത ആ പട്ടികജാതിക്കാരുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികു ചേർക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വേണ്ടുന്ന ക്രിയാത്മകമായ ഒരു നടപടിയും ഒരു പദ്ധതിയും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കേരള സർക്കാരിൻ്റെ വകയായി ഈ പറയുന്ന ഭരണഘടനാദത്തമായ അവരുടെ അർഹതപ്പെട്ട അവകാശങ്ങളെക്കുറിച്ചൊന്നും പറയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരെടുക്കുകയും ചെയ്യും. എന്നാൽ കൊടുക്കേണ്ടതൊട്ട് ശരിയായ വിധത്തിൽ കൊടുക്കുകയുമില്ല. അവിടെ ഒരു വ്യത്യസ്തനാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി നമ്മൾ ഇന്ത്യ കണ്ട പ്രധാനമന്ത്രിമാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്കം ആയിപ്പോയ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് പതിച്ചുപോയ ആ വിഭാഗത്തെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ചെറുതല്ല. ഒരു പ്രസിഡന്റിനെ അവർക്ക് കൊടുത്തു, ഒരു വനിതാ പ്രസിഡന്റിനെ പട്ടികവർഗത്തിനും കൊടുത്തു. ഇതൊന്നും ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അതെല്ലാം ആ സമൂഹത്തിനെ ഉത്തേജിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടുന്ന കാര്യങ്ങളാണ്. അവരിൽ നിന്ന് ഈ എന്താ പറയുക, വളരെ മാണിക്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ആ മാണിക്യത്തെ കണ്ടെത്തി അത് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച്
അവരെ കൂടുതൽ ഉത്തേജിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്.